കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കി നാടെങ്ങും വാൽമീകി രാമായണവും ആധ്യാത്മരാമായണവും ഒക്കെ പാരായണം ചെയ്യുമ്പോൾ പത്തനംതിട്ട നിരണത്തുകാർ പാരായണം ചെയ്യുന്നത് കണ്ണശ രാമായണമാണ്. 15ാം ശതകത്തിൽ ജീവിച്ചിരുന്ന നിരണം രാമപ്പണിക്കരാണ് രാമകഥയെ മലയാളത്തിന് പരിചയപ്പെടുത്തി കണ്ണശ രാമായണം രചിച്ചത്. ചൊല്ലേറിയ വാൽമീകി മഹാമുനി ചൊല്ലിയ രാമായണമിനിയേതും വല്ലാതെ ഞാൻ എന്നുര ചെയ്വതു മനസ്സി പൊറുക്ക മഹാജനമെല്ലാം. ഉല്ലാസത്തോടു വിനതാതനയനുയർന്നു പറന്നാകാശേ മറ്റൊരു ഉല്ലാമക്ഷിക തന്നാലാവതും പൊങ്ങുവതിന്നാരെ മുനിയുന്നു. തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണത്തിന് മുൻപ് ആദിമ മലയാളത്തിലേക്ക് ചുവടുവെച്ച കൃതിയായിരുന്നു കണ്ണശ രാമായണം എന്ന് കരുതുന്നു. അതും മൂലകൃതിയുടെ ഗൗരവം ഒട്ടും കുറയാതെ. അനുപമയായവൾ മൂവരിൽ ഇളയവളാകിയ മാനിനി പെറ്റുളനായാൻ ഇനിയ മഹാദേവാജ്ഞയിനാലെ ഇതമൊടു ബാലകനാകിയ രാമൻ പുനരവനും നിജപാപം കളവാൻ പുരുഷോത്തമ കഥ ചൊൽക തുനിഞ്ഞാൻ. നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്ര നടയിലും പരിസരത്തുമിരുന്നാണ് കണ്ണശ കവികളിൽ ഒരാളായ രാമപ്പണിക്കർ കണ്ണശ രാമായണം രചിച്ചത്. നിരണം വൃത്തങ്ങൾ എന്നറിയപ്പെടുന്ന ദ്രാവിഡ വൃത്തങ്ങളാണ് കണ്ണശ രാമായണത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം പ്രാസസമ്പ്രദായ രീതിയായ അന്താദിപ്രാസം ഈ കൃതിയെ കൂടുതൽ മനോഹരമാക്കുന്നു. മണിപ്രവാളത്തിലൂടെ സംസ്കൃതത്തിൻ്റെ പിറകെ പോയ ഭാഷയെ തിരിച്ച് അതിൻ്റെ ഭാഷാസ്വരൂപം വീണ്ടെടുക്കുന്നതിൽ കണ്ണശന്മാർക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. അവർ ഉപയോഗിച്ചിരുന്ന വൃത്തങ്ങൾ അതിന് തെളിവാണ്. മഞ്ചരിയുടെ ഒരു രൂപമാണ് നിരണവൃത്തം എന്ന് പറയുന്നത്. ആ നിരണവൃത്തത്തിലാണ്, ദ്രാവിഡ വൃത്തത്തിലാണ് കണ്ണശന്മാർ തങ്ങളുടെ കൃതികൾ രചിച്ചിരുന്നത് എന്നുള്ളതാണ് അവരുടെ വൃത്തത്തിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ രാമായണമായാണ് കണ്ണശ രാമായണത്തെ കരുതുന്നത്. തിരുവല്ലയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിരുന്ന താളിയോലയിൽ നിന്നും കണ്ടെടുത്ത കണ്ണശ രാമായണം ഭാഷാഭൂഷണിയിൽ പ്രസിദ്ധീകരിച്ചതോടെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. ആദിമ മലയാളത്തിൽ രചിക്കപ്പെട്ടതിനാൽ കണ്ണശ രാമായണത്തിലെ പല ഭാഗങ്ങളിലെയും ഭാഷാപ്രയോഗം സാധാരണക്കാരനൽപ്പം ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. ആനവനാത്മജരായൊരു നാൽവരന്തരമുളരായാരവർ നാൽവരിൽ മാനിതനാകിയ കുമാരനി രാമൻ മഹിമ മികുന്ദ ഗുണാകരനായാൻ. എഴുത്തച്ഛൻ്റെ രാമായണം കുറച്ചുകൂടെ നമുക്ക് വായിക്കാൻ എളുപ്പമാണ്. ഈ കണ്ണശ രാമായണം വന്നിട്ട് ചെറിയ ചെറിയ തമിഴ് പ്രാചീന എഴുത്തുകൾ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രയാസമാണ്. നമ്മളിത് വായിക്കുമ്പോൾ അതിന് ആദ്യത്തെ വന്ദന ശ്ലോകം വളരെ നന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, രാമപ്പണിക്കർ എന്നിവരെ ചേർത്താണ് കണ്ണശ കവികളെന്നും നിരണം കവികളെന്നും പറയുന്നത്. എഴുത്തച്ഛനും മുൻപ് രാമകഥയും മഹാഭാരത കഥയും ഉൾപ്പെടെ കൃതികൾ മലയാളത്തിന് പരിചയപ്പെടുത്തുന്നതിൽ കണ്ണശന്മാരെന്നറിയപ്പെട്ട നിരണം കവികളുടെ പങ്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട.